മലപ്പുറം തിരൂരങ്ങാടി കക്കാട് ഭാഗത്താണ് ആറുവരി ദേശീയപാത നിർമ്മാണം നടക്കുന്ന മേഖലയിൽ മണ്ണിടിഞ്ഞതിനെ തുടർന്ന് വാഹനങ്ങൾ സ്ഥിരമായി പോകുന്ന റോഡിന്റെ ഒരു ഭാഗം പൂർണ്ണമായും അടർന്നു വീഴുന്നത്. ആ ഒരു മേഖലയിലെ നാട്ടുകാർ അത് ഉടനടിക്ക് കാണുകയും വാഹനങ്ങൾ വഴിതിരിച്ചുവിടുകയും ചെയ്തതുകൊണ്ടാണ് വലിയൊരു അപകടം ഒഴിവായത്. ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാം, എനിക്ക് പിൻഭാഗത്ത് സ്ഥിരമായി വാഹനങ്ങൾ കടന്നു പോകുന്ന ഈ ഒരു നിർമ്മാണം നടക്കുന്ന മേഖലയായതുകൊണ്ട് ആശ്രയിച്ചിരുന്ന ഈ സർവീസ് റോഡിന്റെ ഈ ഭാഗമാണ് അടർന്നു വീണിരിക്കുന്നത്. അത്രത്തോളം ഭയാനകരമായ ഒരു കാഴ്ചയാണ്. ഒരു ബസ് ഇതിലൂടെ കടന്നുപോയ സമയത്താണ് ആദ്യമായി അവിടെ ഒരു വിള്ളൽ കാണപ്പെട്ടത്. ഉടനെ തന്നെ നാട്ടുകാർ ബാക്കിയുള്ള വാഹനങ്ങളൊക്കെ തന്നെ തടഞ്ഞു നിർത്തിക്കൊണ്ട് മറ്റു മേഖലകളിലൂടെ കടത്തിവിടുകയായിരുന്നു. വലിയൊരു അപകടമാണ് ഈ ഒരു മേഖലയിൽ അതുകൊണ്ട് തന്നെ ഒഴിവായത്. ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി വലിയ രീതിയിൽ മണ്ണെടുക്കുന്നുണ്ട്. ശാസ്ത്രീയമായ നിർമ്മാണമൊക്കെ തന്നെയാണ് ഈ റോഡ് ഇടിയാൻ കാരണം എന്നുള്ളതാണ് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത്. എപ്പോഴാണ് ഈ സംഭവം? 12:10 കൂടിയാണ് സംഭവം. ഇതിന് ഈ മണ്ണിടിയുന്നതിന്റെ ബാക്ക് ഭാഗത്ത് ഒരു ബസ്സും ടിപ്പറും ടോർസ് ലോറി ഉണ്ടായിരുന്നു. ആ ബസ് കടന്നു പോകുകയാണെന്നുണ്ടെങ്കിൽ അപകടത്തിൽപ്പെട്ടിരുന്നു. അതിന് മുമ്പോട്ട് ആയതുകൊണ്ട് ഇടിഞ്ഞതോടുകൂടി വലിയ അപകടങ്ങളൊന്നും ഉണ്ടായി. സാധാരണ നമ്മൾ ഇങ്ങനെ നിൽക്കുന്ന റോഡാ, ഡെയിലി വണ്ടികളൊക്കെ പോകുന്ന റോഡാ. അപ്രതീക്ഷിതമായിട്ടൊരു വിള്ളൽ വരുന്നു, ഒന്നായിട്ട് താഴോട്ട് താഴെ പോകുന്നു. പിന്നീടാണ് അപ്പം തന്നെ ഞങ്ങൾ എന്ത് ചെയ്തേ, വാഹനങ്ങളൊക്കെ അവിടെ നിർത്തി. ഞങ്ങൾ KIT പ്രവർത്തകരുണ്ടായിരുന്നു, സുഹൃത്തുക്കൾ ഞങ്ങൾ എല്ലാവരും കൂടി പോയിക്കാണ്ട് വാഹനങ്ങളൊക്കെ നിർത്തി മറ്റു വഴികൾ കണ്ട് റൂട്ടുകൾ മാറ്റിവിട്ടു. ഇതിലെ വിഷയം എന്താ വെച്ചാൽ, ഈ അശാസ്ത്രീയമായുള്ള ഈ വർക്ക് ഇവർ പല സ്ഥലത്തും വീടുകളിലൊക്കെ വെള്ളത്തിലാണ്. ഓകുചാലുകളൊന്നും ഇതിൽ ഉണ്ടാക്കിയിട്ടില്ല. അതൊക്കെ ക്ലിയർ ആക്കുമ്പോഴാണ് ഈ മറ്റുള്ള വീടുകളിലൊക്കെ വെള്ളം, ഇപ്പോൾ ഒരുപാട് വീടുകൾ വെള്ളത്തിൽ നിൽക്കുന്നുണ്ട്. പല സ്ഥലങ്ങളിലും മണ്ണിടിയുന്നുണ്ട്. അതായത് ഈ അശാസ്ത്രീയമായ നിർമ്മാണം മൂലം മണ്ണിടിഞ്ഞൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് വിള്ളൽ ഉണ്ടാവുന്ന ഒരു ഭീഷണി ഉണ്ടായിരുന്നു, അല്ലേ? തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്നിന് സംഭവിച്ചതുകൊണ്ട് തലനാരിയേക്കാണ് ഒരു ബസ്സുകാർ രക്ഷപ്പെട്ടത്. അവിടുന്ന് ഞങ്ങൾ അപ്പുറത്തുനിന്ന് സൈഡിൽ നിന്ന് കണ്ടപ്പോൾ വിളിച്ച് ആർത്തു. അതുകൊണ്ട് പറഞ്ഞത് കേൾക്കാതെ എടുത്ത് തലനാരിയേക്ക് ആ ബസ് രക്ഷപ്പെട്ടു. പിന്നീടുള്ളത് ഞങ്ങളെല്ലാവരും കൂടി ഞങ്ങളെല്ലാവരും ഇടപെട്ടുകൊണ്ട് നിർത്തിച്ചതുകൊണ്ട് വൻ ദുരന്തമാണ് ഒഴിവാക്കുന്നത്. നിങ്ങൾ കണ്ടല്ലോ ഇപ്പോൾ അവിടുത്തെ സിറ്റുവേഷന്. അത് ഈ സൈഡിൽ നിന്ന് കാണുന്ന മാതിരില്ല, ആ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഒന്നായിട്ട് ഫുള്ളായിട്ട് ഇളകിയിരിക്കണം. ഇനിയിപ്പോൾ അത് സേഫ്റ്റിയാണോ, എത്രത്തോളം സേഫ്റ്റിയാണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. വലിയ വണ്ടികൾ പോയാൽ തീർച്ചയായിട്ടും അതവിടെ രണ്ടാമത് ഇതേപോലെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഗതാഗതം എത്ര നേരം സ്തംഭിച്ചു? വാഹനങ്ങൾക്ക് ഏത് മേഖലയിലൂടെ? 10:10 തന്നെ ഇതുവരെ ഈ സമയം വരെ നമ്മൾ റോഡ് ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോഴും കക്കാട് ജംഗ്ഷനിൽ നിന്ന് നമ്മൾ വാഹനങ്ങൾ തിരിച്ചു വിടുകയാണ്. തൃശ്ശൂർ ഭാഗത്തു നിന്ന് വരുന്ന വണ്ടികളെല്ലാം മമ്പുറം VK പടി വഴി തിരിഞ്ഞു പോകാനാണ് നമ്മൾ നിർദ്ദേശം കൊടുത്തിട്ടുള്ളത്. ശ്രദ്ധിക്കുക, വരുന്നവര് കക്കാട് നിന്ന് വലിയ വാഹനങ്ങള് കക്കാട് തിരൂരങ്ങാടി അങ്ങനെ പോയിട്ട് കുളപ്പുറം വന്ന് കയറുന്ന ഇതിലാവുക. കാരണം ആരും ഹൈവേ കൂടെ പോരണ്ട, കക്കാട് നിന്നിട്ട് ആരും എതിർക്കാനും നിൽക്കണ്ട. അറിയുന്നവരൊക്കെ തിരൂരങ്ങാടി കൂടെ തന്നെ പോവാ. വലിയ വാഹനങ്ങൾ ഇതിലെ വരാതിരിക്കുക, കഴിവിന്റെ പരമാവധി ഇതിലെ വരാതിരിക്കുക. കാരണം നിങ്ങളുടെ സേഫ്റ്റി കരുതിയിട്ടാണ് ഈ പറയണത്. മുകൾ ഭാഗം കാണുമ്പോൾ പ്രശ്നമൊന്നുമില്ല, അടിഭാഗം മണ്ണ് ഫുള്ളി ഇളകിയിട്ടുണ്ട്. ഏത് സമയത്തും റോഡ് ഇടിയാൻ സാധ്യതയുണ്ട്. മഴ പെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും. മഴക്കാലം വരുന്നുണ്ടല്ലോ, അപ്പൊ നിങ്ങളെ നാട്ടുകാരെ സംബന്ധിച്ച് നിങ്ങൾ സ്ഥിരമായി ഈ ഒരു മേഖലയിൽ അപകട മേഖലയൊക്കെ തിരിച്ചറിയുന്നുണ്ടാവും. ഇത് റോഡ് നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരുന്ന അധികൃതരോട് പറഞ്ഞിട്ടുണ്ടോ? ഇതേമാതിരി ഏകദേശം ഒരു മാസം മുമ്പ് ആ ഭാഗത്ത് മണ്ണിടിഞ്ഞിരുന്നു. അത് രാത്രിയായിരുന്നു, ഏകദേശം ഒരു 3 മാസം മുമ്പ് രാത്രിയായിരുന്നു അവിടെ മണ്ണിടിഞ്ഞത്. അതും ഇതേമാതിരി തന്നെയായിരുന്നു. ഒരു ടോർസ് ലോറി കടന്നു പോയതിനു ശേഷമാണ് ഇതായി പോയത്. പക്ഷേ ഇത് 25 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഇതേമാതിരി മണ്ണെടുത്തിട്ടുണ്ടായിട്ട് അന്ന് ഇതേപോലെ ഒരു അപകടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഈ ഭാഗത്ത് അങ്ങനത്തെ പ്രശ്നമില്ല. ഇത് വലിയൊരു ഉയർച്ചയുള്ള സ്ഥലമായിരുന്നു. 25 വർഷത്തിന്റെ മുമ്പായിട്ടുണ്ട്. ഈ ഒരു സാധ്യതയാണ് ഇങ്ങനത്തെ ഇടിച്ചിലും കാര്യങ്ങളൊക്കെ വരാൻ സാധ്യത. അപകടം വരുന്നതിന് മുമ്പ് സുരക്ഷയുടെ ഭാഗമായി അതിനുള്ള മുൻകരുതലുകൾ സ്വീകരിക്കണം. ഇതിൽ പ്രധാന കാരണം എന്താ വെച്ചാൽ ഇതിന്റെ കോൺട്രാക്ട് എടുത്ത് കംപ്ലീറ്റ് ഈ കേരളത്തിലുള്ള ആളുകളല്ല, പുറത്തുള്ള അതർ സൈറ്റിലുള്ള ആൾക്കാരാണ്. അപ്പോൾ കേരളത്തിലെ മണ്ണിനെ കുറിച്ചിട്ടോ ഇവിടുത്തെ കാലാവസ്ഥയെ കുറിച്ചൊന്നും അറിയാത്തവരോട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഭാഗത്തുനിന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊക്കെ വിചാരിച്ചതിനേക്കാളും കൂടുതൽ ആഴത്തിലാണ് താത്തിട്ടുള്ളത്. അതേപോലെ തന്നെ കോഴിച്ചിന ഭാഗത്തൊക്കെ. അപ്പോൾ ഇവിടുത്തെ മണ്ണിന്റെ ഘടന അനുസരിച്ച് നോക്കുകയാണെങ്കിൽ നമ്മളൊക്കെ ചെവിടി മണ്ണ് കണ്ടു കഴിഞ്ഞാൽ അത് ഉറപ്പില്ലാത്ത മണ്ണാണ്. ആ ചെവിടി മണ്ണ് കെട്ടി ഇടുന്നതുകൊണ്ട് വെള്ളം താകുന്നതുകൊണ്ടാണ് പല ഭാഗത്ത് ഇടിച്ചിട്ടുള്ളത്. ഇപ്പോൾ മിനിയാന്ന് കോഴിക്കോട്ടേക്ക് യാത്ര ചെയ്യുമ്പോൾ അവിടെ രാമനാട്ടിലേക്ക് എടുത്തിട്ടുള്ള സ്പിന്നിങ് മില്ല് അവിടെ വെച്ചിട്ട് ഏകദേശം ഞാൻ സഞ്ചരിക്കുന്ന വാഹനത്തിന്റെ ഒരു 100 മീറ്റർ മുന്നേ വെച്ചിട്ടാണ് ഞാൻ പെടുന്നത്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, അവിടെ ഒരു 1.5 മണിക്കൂറോളം ബ്ലോക്കിൽ പെട്ടു. അത് അനുഭവം എനിക്ക് ഉണ്ടായിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെയുള്ള ആളുകൾ, ഇവിടെയുള്ള ഈ പൊതുമരാമത്ത് വകുപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളൊക്കെ ഈ കോൺട്രാക്ടേഴ്സിന്റെ കൂടെ നിന്നിട്ട് പറഞ്ഞു കൊടുക്കണം, ഇന്ന ഭാഗത്ത് ഇന്ന രൂപത്തിലാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് പല ഭാഗത്തും പാലങ്ങൾ വരെ വന്നപ്പോൾ നമുക്ക് ജനങ്ങൾക്ക് ഉപകാരമില്ലാത്ത രൂപത്തിൽ ആ പാലങ്ങൾ നിർമ്മിച്ചിട്ടുള്ളത്. അതിൽ ഇവിടെയുള്ള ഓരോ MLA മാരും മന്ത്രിമാരൊക്കെ അതിൽ ഇൻക്ലൂഡാണ്. കാരണം പൊതുജനങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ അവർ ചർച്ച ചെയ്യാതെ KRNASക്ക് വിട്ടുകൊടുത്തുകൊണ്ട് വലിയ റോഡ് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുകയാണ്. അത്രയാണ് കാര്യങ്ങൾ.
തീർച്ചയായും അത് തന്നെയാണ്. രാജ്യത്തിന്റെ സുസ്ഥിര വികസനത്തിന് പ്രധാനപ്പെട്ടതാണ് ദേശീയപാതയുടെ നിർമ്മാണം. പക്ഷേ അശാസ്ത്രീയമായ പല രീതികളും അവലംബിക്കുന്നത് മൂലം ഈ നിലയിലുള്ള അപകട ഭീഷണി നേരിടുന്ന പല മേഖലകളും മലപ്പുറം ജില്ലയിലെ വിവിധയിടങ്ങളിലുണ്ട്. പരാതിയൊക്കെ തന്നെ ഈ ഒരു അധികൃതരോട് അറിയിച്ചിട്ടും അവരൊന്നും തന്നെ ഇത് പരിഗണിച്ചില്ല. എന്തായാലും കക്കാട് ഈ ഒരു സംഭവം ഉണ്ടായ ഉടനെ തന്നെ നാട്ടുകാർ ഇടപെട്ടത് മൂലമാണ് വലിയൊരു അപകടം ഒഴിവായത്. വാഹനങ്ങളൊക്കെ തന്നെ വഴിതിരിച്ചു വിട്ടു. ഉടനെ തന്നെ പോലീസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളെത്തി അത് നിയന്ത്രിക്കുന്ന സാഹചര്യം ഉൾപ്പെടെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ JCB ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ എത്തിച്ചുകൊണ്ട് അത് പരിഹരിക്കാനുള്ള നീക്കങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് വിജിത്തൂർ കടവിനൊപ്പം റിപ്പോർട്ടർ മുബഷിർ പി അക്ബർ, ഇൻ റിപ്പോർട്ടർ, തിരൂർ.